വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. തോറ്റുപോയി. അവരിപ്പോഴും ജീവനോടുണ്ട്. രണ്ടുപേരും ജീവനോടുണ്ട്. ക്രാങ്കോവിനെ എന്താ കൊടുക്കേണ്ടത് ബോസ്? ചിക്കൻ ടിക്ക മസാല, ബാർബിക്യൂ ചിക്കൻ, ടാങ്കറി ചിക്കൻ, എന്ത് ചിക്കനാ ബോസേ? അല്ലെങ്കിൽ ബട്ടർ ടാങ്കറി ആണോ? എന്താ വേണ്ട ബോസേ? അവനെ മുതലേക്ക് ഇട്ടുകൊടുക്ക. പക്ഷെ മക്ര, ഇവൻ തന്നെ ഒരു മുതലയല്ലേ? പറയുന്ന എന്താന്ന് വെച്ചാൽ ചെയ്യ. എല്ലാവർക്കുള്ള ശിക്ഷ ഒരേപോലെയാണ്. എന്റെ സ്വപ്നം പൂർത്തിയാവുമെന്ന് തോന്നുന്നില്ല. ആ ഐലൻഡ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടാൻ പാടില്ല. പോയി ഏതെങ്കിലും ഫ്ലോട്ടിന്റെ കീഴിൽ എന്തെങ്കിലും ബോംബ് വെക്ക. അത് പൊട്ടിത്തെറിച്ച് മുഴുവൻ ഐലൻഡും നശിക്കണം. പക്ഷെ ഈ ബോംബ് ഏത് സമയത്താണ് പൊട്ടേണ്ടതെന്ന് വെച്ചാൽ കാർണിവലിന്റെ അന്ന് രാത്രി ആളുകൾ കൂടുമ്പോൾ വേണം പൊട്ടേണ്ടത്. ഫ്ലോട്ട്സ് മുത്തച്ഛന്റെ മുമ്പിൽ വെച്ച് വേണം പൊട്ടിത്തെറിക്കാൻ. ഓക്കെ ബോസേ, അവന്മാർ അതൊക്കെ ചെയ്തോളൂ. ബോസ് മേടിക്കേണ്ടത്. മുത്തശ്ശന്റെ സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അയാളുടെ നാശം അയാളുടെ കണ്ണുകൊണ്ട് തന്നെ അയാൾ കാണാൻ പോവുകയാണ്. അതിനായി കാത്തിരിക്കാം. എന്റെ മോട്ടു, എഴുന്നേൽക്ക്. എന്നിട്ട് നോക്കത് ആരാണെന്ന്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശബ്ദം ഉണ്ടാക്കി നമ്മുടെ ഉറക്കം കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലല്ലോ. വരൂ നോക്കാം. ദേ അത് കണ്ടോ? എനിക്ക് തോന്നുന്നു അത് ആരോ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണെന്നാ. അവരിപ്പോ ദേ ഓടിപ്പോയി. വാ കിടന്നുറങ്ങാം. എന്റെ പത്തില് ഒരു കടയില് സമൂസ കാണുന്നില്ലല്ലോ. എന്ത് സ്ഥലമായത്? ഇവിടെയുള്ള ആൾക്കാരൊന്നും സമൂസ കഴിക്കാറില്ലേ? അതിനിപ്പോ സമൂസ ഇല്ലെങ്കിൽ എന്താ? അങ്ങോട്ട് നോക്ക്, എത്ര സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നെന്ന്. ഇഷ്ടമുള്ളത് എടുത്ത് കഴിച്ചോ. മോട്ടു, ദേ അത് നോക്ക്. രാത്രി അവനായിരുന്നു നമ്മുടെ ടെന്റിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. വാ, നമുക്ക് അവനെ പിടിച്ചിട്ട് ചോദിക്കാം നമ്മുടെ ടെന്റിന്റെ പുറകിൽ അവൻ എന്തെടുക്കായിരുന്നു എന്ന്. ഹലോ, ഇന്നലെ രാത്രി ചോദ്യം ചെയ്യലൊക്കെ ഞാൻ ആയിക്കോളാം. ഈ കാര്യത്തിൽ ഞാൻ എക്സ്പേർട്ട് ആണ്. എടാ നീർക്കോലി പയ്യ, ഇന്നലെ രാത്രി നീ ഞങ്ങളുടെ ടെന്റിന്റെ പുറകെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? മര്യാദക്ക് പറഞ്ഞോ 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 ഇപ്പൊ തന്നെ പറഞ്ഞോ. എന്നോടൊന്നും ചോദിക്കല്ലേ. എന്തേലും ഉണ്ട്, ഇത് അവന്റെ അടുക്ക ചോദിച്ചോ.
ആരോടാ ചോദിക്കേണ്ടത്? പറ 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 പറ. ഇവിടെയെങ്ങും ആരുമില്ലല്ലോ, ആരോട് ചോദിക്കാനാ? Stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഇനി പറ, ഇന്നലെ രാത്രി ടെന്റിന്റെ പുറകിൽ എന്തെടുക്കുമായിരുന്നു? നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. നിങ്ങൾ എന്ത് നല്ല മനുഷ്യരാണ്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം മാത്രം ഓർത്തോ, കാർണിവലിന്റെ രാത്രിക്ക് മുമ്പ് ഇവിടുന്ന് പൊക്കോണം, ഇല്ലെങ്കിൽ ആരും ബാക്കിയാണില്ല. അല്ല, നീ എന്താ ഈ പറയുന്നത്? ആരും രക്ഷപ്പെടില്ല എന്ന് വെച്ചാ? അതെനിക്ക് ശരിക്കും അറിയില്ല. അത് നിങ്ങളോട് എന്റെ ബോസ് പറയും. അത് അദ്ദേഹത്തിനോട് ചോദിക്കുക. മോട്ടു, എനിക്കിപ്പോ തോന്നുന്നു അവൻ പിന്നെ ഓടി രക്ഷപ്പെട്ടെന്നാ. നമുക്ക് ഇവിടുത്തെ പോലീസ് ഇൻചാർജിനോട് ഈ വിവരം പറഞ്ഞേ പറ്റൂ. വേഗം വാ. കാർണിവലിന്റെ അന്ന് രാത്രി എല്ലാം തീരും. കമ്മീഷണർ ഹർബാൽ സിംഗ് എന്നാണ് എന്റെ പേര്. സ്നേഹം കൊണ്ട് ആളുകളെ ഹാരി എന്ന് വിളിക്കോ. ചെന്ന് വീട്ടിൽ പോയി മനസ്സമാനത്തോടെ വിശ്രമിക്ക. ഇവിടെ ഒന്നും സംഭവിക്കില്ല. പിന്നെ ഈ കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞത്? സർ, ഞങ്ങൾക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ആരാ പറഞ്ഞെന്ന് ഞങ്ങൾക്കറിയില്ല. Allow me to introduce myself to you. I am Chingam, Inspector Chingam. Yeah. നീ ഒരു സാധാരണ ഒരു ഇൻസ്പെക്ടർ ആണ്. How dare you offer a shake hand? അതിന് നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? Salute me. Sorry sir. Yes sir. Salute. Attention. Stand at ease. പൊളിച്ചെടുത്തല്ലോ കമ്മീഷണർ സാറേ. പെരേഡൊക്കെ പിന്നെ നടത്താം. ആദ്യം ഐലൻഡ് രക്ഷിക്കണം സാറേ. എന്റെ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റ് ആണ്. ഇവിടെ ഒന്നും തന്നെ സംഭവിക്കില്ല. ഓ, പിന്നെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ഇതറിഞ്ഞാൽ ആളുകൾ വെറുതെ പേടിച്ചു പോകും. All of you, attention. About turn. March fast. Left, right, 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 left. എന്റെ അമ്മോ, മുന്നിലൊരു വലിയ മതിലുണ്ടല്ലോ. പെരേഡാണെങ്കിൽ നിർത്താനായാലും പറയുന്നില്ല. Left, right, 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 left. Parade stop. ഇപ്പോഴാണ് നിർത്താൻ പറയുന്നത്. നിങ്ങൾ പറയാൻ വന്ന കാര്യം കമ്മീഷണർ എന്നോട് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു.
പക്ഷേ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഹാരി ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടാനില്ല. അയാൾ എന്റെ പുതിയ സെക്യൂരിറ്റി കമ്മീഷണറാണ്. അയാളുടെ അറേഞ്ച്മെന്റ്സ് നോക്കൂ, ഞാൻ ഓരോന്നായി കാണിച്ചു തരാം. ഡോർ വിൻഡോ ക്ലോസ്. വാവ്, നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോ എല്ലാം അടഞ്ഞല്ലോ. ഇവിടെ ഒരു പരുന്ത് പോലും പറക്കില്ല അല്ലേ? ഇനി അഥവാ പരുന്ത് വന്നാൽ തന്നെ പുറത്തേക്ക് പോകാനാകില്ല. അതെന്താ പുറത്തു പോകാൻ പറ്റാത്തത്? എല്ലാ വാതിലുകളും ജനലുകളും തുറന്നിരിക്കുകയല്ലേ? എങ്കിൽ ശരി, നിങ്ങളൊന്ന് പുറത്തു പോയി കാണിക്കാമോ? ഇതെന്തൊരു മാന്ത്രികതയാണ്! ഇവിടെ അവിടെയും ഇവിടെയും ഒക്കെ വാതിലും ജനലും കാണാം, പക്ഷെ അതൊന്നുമല്ല. പിന്നെ എവിടെ കാണുന്നില്ലയോ അവിടെയുണ്ട്. ഇത് നോക്കൂ. മുത്തശ്ശ, ഒരു വീടിന് സെക്യൂരിറ്റി കൊടുക്കുന്നതൊക്കെ വലിയ എളുപ്പമാണ്. പക്ഷെ ഈ മുഴുവൻ ഐലൻഡിനും ഇതുപോലത്തെ സെക്യൂരിറ്റി കൊടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല. കാർണിവലിന്റെ രാത്രി ഇവിടെ ഒരുപാട് ആളുകൾ വരും, നല്ല ആൾക്കൂട്ടം ഉണ്ടാവും. ഹാരി സാറിന് എവിടെയെല്ലാം നോക്കിയിരിക്കാൻ കഴിയും. എവിടെയെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായാൽ എല്ലാം അതോടെ അവസാനിക്കും മുത്തശ്ശ. എന്റെ പത്ലു, ഹാരി ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ്. അയാൾ ഉള്ളിടത്തോളം കാലം ഈ ഐലൻഡിന് ഒന്നും സംഭവിക്കില്ല. നീ വിഷമിക്കാതിരിക്കും. ഓക്കെ മുത്തശ്ശ, ഓക്കെ. പക്ഷെ ഇവിടെ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. നോക്കിക്കോ. ഓട്ടോ പത്തിനോട് എങ്ങനെയാണ് മനസ്സിലായത്? കാർണിവലിന്റെ രാത്രി നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം അവരെങ്ങനെയാണ് അറിഞ്ഞത്? എനിക്കറിയില്ല സാർ. പക്ഷെ ഇക്കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഈ മോട്ടുപത്തിനും എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന്. കാർണിവൽ ഐലൻഡിൽ എന്തു തന്നെ സംഭവിച്ചാലും എനിക്ക് അറിയാൻ പറ്റാ. അതാണ് ഞാൻ. എനിക്ക് ഒരിക്കലും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഇനി മോട്ടു പത്തുനെ എന്റെ ഏജന്റ് എക്സ് തന്നെ തടഞ്ഞോളൂ. ഏജന്റ് എക്സിനെ വിളിക്കൂ പെട്ടെന്ന്. ഏജന്റ് എക്സ്! എന്നെ എന്തിനാണ് ഇപ്പൊ വിളിച്ചത്? മോട്ടോ പത്തിൽ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്റെ സ്ഥലത്ത് വന്ന് എന്റെ ആളുകളെ തന്നെ തല്ലിയവ. ഇവനെ തല്ലി, അവനെ തല്ലി, അവനെ തല്ലി, ഇവനെ തല്ലി, ഇവനെയും തല്ലി, പിന്നെ ഇവനെയും കൂടി തല്ലി. അവന്മാരെ എന്റെ വഴിയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ എന്റെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം. പത്തലു, നമ്മൾ ഏത് സിനിമ കാണാൻ വേണ്ടി എങ്ങോട്ട് വരാൻ പറഞ്ഞേ? അറിയില്ല, വാ നോക്കി നോക്കാം. അവിടെ നിക്ക. കൂട്ടുകാരെ, എനിക്കൊരു ഫിലിമിന്റെ CD ലഭിച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങളെ കാണിക്കാൻ താല്പര്യപ്പെടുന്നു. ഇത് കാർണിവലിൽ നിന്ന് രാത്രി തന്നെ പൊട്ടിത്തെറിക്കണ. മൊത്തം തകർന്ന് തരിപ്പണമാകണ. നിങ്ങളാവുമ്പോ ആർക്കും സംശയം കാണില്ല. ഇതാ 20 കോടി. പണി കഴിഞ്ഞതിന് ശേഷം 20 കോടിയും കൂടി തരാം. ഓക്കെ? Grandpa, you are finished.
ബോസ് ഈ പൈസയുടെ ബാഗ് മോട്ടു പത്ലുവിന്റെ ടെന്റിൽ നിന്നും കിട്ടിയതാണ്. പിന്നെ ഈ ബോംബുകളും അവരുടെ ഫ്ലോട്ടിൽ നിന്നും കിട്ടി. മോട്ടു പത്ലു, നിങ്ങൾ അതെ, ഇത് കള്ളമാണ്, വിശ്വസിക്കരുത്. അത് ഞങ്ങളല്ല, ആരോ നമ്മളെയൊക്കെ കളിപ്പിക്കുകയാണ്. മോട്ടു പത്ലു, parade starts. Attention! Standard is. എന്റെ പത്തില് ഒന്ന് പതുക്കെ ചെയ്താലെന്താ നിനക്ക്? Cadets, ഇവരെ എവിടെ നിന്ന് കൊണ്ടുപോവോ? Watch India's largest kids library only on Jio Hotstar. Download the app now.